ഹലോ, ഇത് ഇത്തരത്തിലുള്ള എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കേട്ടോ. ഇന്ന് രാവിലെയാണ് പൂനെയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇത് എന്നെ കാത്തൊരു പാഴ്സൽ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ തുറക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇത് ശരിക്കും അയച്ചിരിക്കുന്നത് ലൈല ബീവി എന്നൊരു മാഡമാണ്. ഈ ലൈല മാഡത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ തന്നെ എൻ്റെ വലിയ സപ്പോർട്ടറും വെൽവിഷറും ഒക്കെയാണ്. മാഡം ചെറിയൊരു സംരംഭം തുടങ്ങി, അതായത് ഹോം മെയ്ഡ് പിക്കിൾസ്. മാഡം തന്നെ വീട്ടിലൊരു സ്വയം തൊഴിലിൻ്റെ ഭാഗത്ത് തുടങ്ങിയൊരു പരിപാടിയാണ്. അപ്പോൾ ഒന്ന് രണ്ട് പിക്കിൾസ് എനിക്ക് അയച്ചു തന്നായിരുന്നു, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി. ഞാനത് കഴിച്ചു. വളരെ ടേസ്റ്റി പിക്കിളായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞതാണ്, അവരുണ്ടാക്കുന്ന പിക്കിൾസിൽ കുറച്ചിങ്ങോട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട്, കാരണം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നവരെ തിരിച്ചൊരു സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കേട്ടോ, അല്ല വലിയൊരു പ്രൊമോഷൻ വീഡിയോ, അങ്ങനെ കാശ് വാങ്ങി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഞാനിത് തുറന്ന് നിങ്ങളെ കാണിക്കാം. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ പിക്കിൾസ് ആണെന്ന് നോക്കിയിട്ട് ഈ പിക്കിൾസിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ പൊന്നെ, എത്ര പിക്കിൾസാണെന്ന് നോക്കിയേ. ഒരു 2-3 അയച്ചായിരുന്നു ഞാൻ പറഞ്ഞുള്ളൂ. കണ്ടോ, എന്തായാലും ഒന്നര എടുത്തിട്ട് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. യെസ്, ഇത് ചമ്മന്തിപ്പൊടിയാണ്. മാംഗോ പിക്കിൾ, ഇത് വെളുത്ത മാങ്ങ കേട്ടോ. ഡേറ്റ്സിൻ്റെ പിക്കിളാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ലെമൺ പിക്കിൾ, ഫിഷ് പിക്കിൾ. ഇത് ലെമണാണ്, പക്ഷേ ഇത് വൈറ്റാണ്, ഇത് റെഡാണ്, ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ ഞാനെങ്ങനെയാണോ കഴിച്ചു തീർക്കുക. ഇത് വേറൊരു മാംഗോ പിക്കിൾ കേട്ടോ. മാംഗോ പിക്കിൾ തന്നെ 3 തരത്തിലുണ്ട്. പിന്നെയും വേറെ ലെമൺ പിക്കിൾ. എനിക്കറിയില്ല എന്താ എത്ര അധികം കഴിച്ചിരിക്കുന്നതെന്ന് കേട്ടോ. ഇഞ്ചിപ്പുളി എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ചിക്കൻ പിക്കിൾ, വെജും നോൺ വെജും കുറേ ഉണ്ടല്ലോ. ഗാർലിക് പിക്കിൾ, 13 ബോട്ടിൽ പിക്കിൾ മാഡം കഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മാഡത്തിൻ്റെ പിക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി വാങ്ങി യൂസ് ചെയ്ത ആളാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, വീട്ടിൽ തന്നെ മാഡം വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിന് പുറത്തുനിന്ന് വാങ്ങി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, എന്താ പറയുക, നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, അല്ലെങ്കിൽ നോ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഒത്തിരി കാലം പുറത്ത് വയ്ക്കാൻ നോക്കരുത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ചിലപ്പോൾ 1, 2, 3 ആഴ്ച ഇരുന്നേക്കും. അധികം ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോൾ മാഡത്തിനോട് ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ, എങ്ങനെ പോകണമെന്ന് ചോദിച്ചപ്പോൾ വളരെ നല്ല റെസ്പോൺസാണെന്ന് പറഞ്ഞു. ഒരിക്കലും വാങ്ങിയവർ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ പറഞ്ഞില്ല കേട്ടോ, മറന്നുപോയി. ഇതേ ഒമ്മീസ് പിക്കിൾ എന്നാണ് ബ്രാൻഡ് നെയിം കേട്ടോ. ഒമ്മീസ്, നല്ല ഭംഗിയുള്ളൊരു ബ്രാൻഡ് നെയിം അത് കൊടുത്തിട്ടുണ്ട് മാഡം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം ഹോം മെയ്ഡ് പിക്കിൾസ് വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉറപ്പായിട്ടും വിളിച്ച് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, മാഡമായിട്ട് സംസാരിക്കുക. വെജും നോൺ വെജും എല്ലാ ടൈപ്പ് പിക്കിൾസും അവൈലബിൾ ആണെന്ന് പറഞ്ഞ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പിക്കിൾ വേണമെങ്കിൽ അത് ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.